ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളെ കുടുംബ വീടാണിത്, ഞങ്ങൾ നിൽക്കുന്ന വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ മൂല, വലിയ വരേൻ്റെ മൂല ഇടിഞ്ഞതാണ് കേട്ടോ കാണുന്നത്. അതുപോലെ ആ സൈഡിലുമുണ്ട്, അങ്ങേ മൂല ഇടിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇടിഞ്ഞ് നിൽക്കുകയാണ്, അവിടെ ചാടാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നലെ ഇതുണ്ടോ, ഇന്നലെ മിഞ്ഞാന്ന് വീടിൻ്റെ മണ്ടയ്ക്ക് വീഴാനിരുന്ന മഞ്ചാടിയാണ്. മഞ്ചാടി വലിയ മരമാണ്. ഇതുണ്ടോ, വീടിൻ്റെ മേലേക്ക് നിന്നിട്ട് എന്തോ മഹാഭാഗ്യത്തിന് ഞങ്ങളെ ദൈവം കാത്തു. അപ്പോൾ അതുണ്ടോ, കണ്ടോ, 2 കഷ്ണമായിട്ട് പൊട്ടി വീണതാണ്. ഇന്നലെ കമ്പും ഇതൊക്കെ പൊട്ടിച്ച് മാറ്റിയതാണ്. 2 മുറിയായിട്ടാണ് ചാടിയത്. അത്രയും ഉയരത്തിൽ നല്ല കാതലുള്ള മരമാണ് മഞ്ചാടി. പ്ലാവ് കേട്ടോ, പ്ലാവ് ഇതുണ്ടോ, പ്ലാവ് വീടിൻ്റെ മണ്ടയ്ക്കോട്ട് നിൽക്കുന്നത് കണ്ടോ. വീടിൻ്റെ മണ്ടയ്ക്കാണത് നിൽക്കുന്നത്, ചാഞ്ഞിട്ട്. പിന്നെ ഇത് ചാഞ്ഞ് നിൽക്കണുണ്ടോ, ഇത് ചാഞ്ഞ് നേരെ അത് കയറിട്ട് കെട്ടിയതാണ്. പെരയമ്മക്കൂടെ വന്നിട്ട് കണ്ടോ, പെരയമ്മയ്ക്ക് കൂടെ വന്നിട്ട് അങ്ങോട്ട് വലിച്ച് കെട്ടിയതാണ്. ഒക്കെയാണ് ഞങ്ങളെ വീടിൻ്റെ അവസ്ഥകൾ. ഞങ്ങളെ സ്വന്തം വീടല്ല, കുടുംബ വീടാണ്. അപ്പോൾ എന്താ വെച്ചാൽ അമ്മ പറയുന്നത് എന്താ വെച്ചാൽ 3 പെൺമക്കളും ഒരാണും ഉള്ള വീടാണ്. ഞാൻ കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ട്. സ്ത്രീധനപീഡനം കാരണം ഇവിടെ കുടുംബത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കണം ഈ വീട് എന്നാണ് പറയുന്നത്. വലിയ വീടാണ്, ഇതിനെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. എനിക്ക് ചിലവെല്ലാം കഴിച്ച് 6000 രൂപയാണ് കയ്യിൽ കിട്ടുന്നത്. കുട്ടി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളൊരു സമയമാണ്. ഇപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക വീടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. അമ്മ സുഖമില്ലാത്ത ആളാണ്, ക്യാൻസർ പേഷ്യൻ്റാണ്. പക്ഷെ ഭയങ്കര മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട് നന്നാക്കാനുള്ള കാശ് പോലും നമുക്ക് കിട്ടണില്ല. നിത്യച്ചെലവിന് പോലും ഞാനാണ് വീടിൻ്റെ ഉള്ളിലത്തെ ചിലവ് നടത്തണം. എനിക്ക് അതിന് പോലും കഴിയുന്നില്ല. ജീവിക്കണം മരിക്കണം എന്നുള്ളൊരൊറ്റൊരു അതിലാണ് കഴിഞ്ഞ് പോണത്. കണ്ടോ, ഇതിൻ്റെ അവസ്ഥയാണ്. അമ്മ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആങ്ങളേനൊന്നും പറയാൻ പറ്റില്ല. ആങ്ങളേനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തുടങ്ങി. അങ്ങനെ കയ്യിനും കാലിനൊന്നും കേടൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഡിപ്രഷൻ കയറിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതാണ്. വീടിൻ്റെ അടുത്ത് വലിയ റബ്ബറാണ്. ഉണ്ടോ, അത് വേറെ ആൾക്കാരതാട്ടോ. വീടിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നെയാണ് പറയുന്നത് മാനസികമായിട്ട്. നമ്മൾ വീട് നോക്കും ചെയ്യുക, വീടിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളെല്ലാം ചുറ്റുപാടും ചിലവ് ഞാൻ നടത്തി കൊണ്ടുപോകുക. എന്നിട്ട് എന്നെ അങ്ങനെ പറയും ചെയ്യുക, ഞാൻ വീട് നോക്കണം, ഞാൻ വീട് നോക്കണം എന്ന് പറഞ്ഞ് ഈ ചിലവിൽ ഈ 6000 രൂപ മിച്ചം കിട്ടി ഞാൻ കുട്ടീൻ്റെ കാര്യമാണോ നോക്കുക, ആരെ കാര്യം നോക്കുക. അപ്പോൾ ഞാൻ കുട്ടീനെ വീട്ടിൽ നിർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പണിക്ക് കൊണ്ടുപോകലാണ്. കാരണം വീടിൻ്റെ ഉള്ളിൽ നിർത്തി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇന്നത്തെ കാലമല്ലേ. അപ്പോൾ കണ്ടില്ലേ, കുട്ടികളെ വരെ പുഴയിൽ അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് കൊല്ലണ കാലം. എവിടെയും നമുക്ക് ഏൽപ്പിച്ച് പോകാൻ പറ്റാത്തൊരു കാലമാണ്. നമുക്ക് സ്വന്തം വീട്ടിലുള്ളവർ തന്നെ വിശ്വാസമില്ലാത്തൊരവസ്ഥയിൽ നമുക്കൊരു അനുഭവം ഉണ്ടായതാണ് വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിർത്തി പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം. അപ്പോൾ എന്നും പണിക്ക് പോകുമ്പോൾ രാവിലെ കൊണ്ടുപോകും, വൈകിട്ട് കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പോൾ സ്കൂൾ തുറക്കോളം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു ദയനീയാവസ്ഥയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കുറേ കാശുണ്ടായിട്ടല്ല, എനിക്കൊരു വീട് എന്നുള്ളൊരൊറ്റ സ്വപ്നം കൊണ്ടാണ് ഞാൻ ഇത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് ഇത് കുറവാണ്, സബ്സ്ക്രൈബറും എല്ലാം കുറവാണ്. പിന്നെ വീഡിയോസൊന്നും അധികം ചെയ്യാനുള്ള സമയം കിട്ടില്ല. കാരണം വീടിൻ്റെ ഉള്ളിൽ വന്ന വീട്ടിലത്തെ പണി എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യണത്. അപ്പം ഇന്ന് വീടിൻ്റെ ഈ മരം മുറിക്കാൻ വരാൻ പറഞ്ഞിട്ട് അവർ വന്നില്ല. അപ്പോൾ അവരെയും കാത്ത് നിൽക്കുകയാണെന്ന്, പണിക്ക് പോയിട്ടില്ല. ആളുണ്ടായിട്ട് കാര്യമില്ല, എല്ലാത്തിനും ഞാനുള്ളൂ. പിന്നെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിക്കണം മരിക്കണം എന്നുള്ളൊരു അവസ്ഥയിലാണ്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ.